പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, ജനശക്തി പാർട്ടി ശക്തമായ പ്രവർത്തക മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജനശക്തി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്താകമാനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീതി സമരങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. ഈ നീതി സമര പോരാട്ടത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെയും അണിനിരത്തിക്കൊണ്ട് സംസ്ഥാനത്താകമാനം നീതി സമരങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ മുഖ്യധാര നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനശക്തി പാർട്ടി വിവിധ മേഖലകളിൽ സാധാരണക്കാരുടെ ഉന്നമനത്തിനും അവരുടെ ഉയർച്ചയ്ക്കുമായി നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യം ഭരിക്കുന്ന NDA സഖ്യത്തിലേക്ക് ജനശക്തി പാർട്ടിയെ കൂടി ഉൾപ്പെടുത്തുവാൻ കേരള ഘടകം തീരുമാനിച്ചത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ചേർന്ന സാഹചര്യത്തിൽ പാർട്ടി വളരെ ഗൗരവപൂർവം പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം BJP ആസ്ഥാനത്ത് നടന്ന NDAയുടെ നേതൃസംഗമത്തിൽ ജനശക്തി പാർട്ടി ആദ്യമായി പങ്കെടുക്കുകയുണ്ടായി. അതിൽ ജനശക്തി പാർട്ടിയുടെ എല്ലാ നേതാക്കളും വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. എങ്കിലും പ്രവർത്തനങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ളതുകൊണ്ട് നിങ്ങളേവരെയും ജനശക്തി പാർട്ടി നീതി സമര പോരാട്ടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി നിലനിൽക്കേണ്ടത് ഓരോ പ്രവർത്തകൻ്റെയും ഓരോ നേതാവിൻ്റെയും ബാധ്യതയും കടമയുമാണ്. അത് ശിരസാ വഹിച്ചുകൊണ്ട് ഓരോ നേതാക്കൾക്കും പറഞ്ഞിട്ടുള്ള വിഹിതങ്ങൾ പാർട്ടി ഓഫീസിൽ അടച്ച് മാസവരിയും അതുപോലെ തന്നെ സംഭാവനകളും ഒക്കെ നൽകി പാർട്ടിയെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ ഓരോ നേതാക്കളും തയ്യാറായി രംഗത്ത് വരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.